ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൽ ഖാദർ. നാട്ടിൽ ചാരിശ്ശേരി പട്ടിശ്ശേരിയിലാണ് വീട്. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഞാനിപ്പോ ഷാർജയിലാണ് താമസിക്കുന്നത്. ഷാർജ ഹുസൈൻ സാലിഫിയുടെ പള്ളിയിലാണ് ജുമാക്കൊക്കെ പോവാറ്. ഇന്നും അവിടെ തന്നെയാണ് പോയത്. അപ്പൊ ഇന്ന് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട് ഷാർജയിൽ വെച്ചിട്ട്. അപ്പോ അവിടെ നിന്ന് തന്നെ ഇന്ന് MM അക്ബറിന്റെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരിന്ന് എനിക്കൊരു ലെറ്റർ അവിടുന്ന് കിട്ടി. ഇപ്പൊ ഇതില് എനിക്കിപ്പോ രണ്ടു കൂട്ടരും നമുക്ക് സ്നേഹം പ്രിയപ്പെട്ടവരാണ്. പക്ഷെ ഇതിൽ ആരിന് തിരഞ്ഞെടുക്കണം, എവിടെ പോകണം, ഷാർജയിൽ പോകണോ ദുബൈയിൽ പോകണോ എന്നുള്ള കൺഫ്യൂഷനാണ്. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ? അത് ഞങ്ങളെ ഒന്ന് അറിയിച്ചാൽ. കാരണം ഞങ്ങളെക്കാൾ ഒരുപാട് ഇസ്ലാമിക എല്ലാ കാര്യങ്ങളും അറിയുന്ന നിങ്ങൾ തന്നെ ഇങ്ങനെ ഈ രീതിയിൽ ഞങ്ങൾ ആരും തിരഞ്ഞെടുക്കണം, എന്താണ് അതിന്റെ എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. ചോദ്യം വളരെ വ്യക്തിപരമാണ്. ഞാനും ഹുസൈൻ സലഫിയും തമ്മിൽ എന്തെന്നാണ് ചോദ്യം. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്നാണ് ഉത്തരം. യഥാർത്ഥത്തിൽ ഇത് 19ാമത് ഹോളി ഖുർആൻ അവാർഡ് പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഗവൺമെന്റ് ഓഫ് ദുബായ് സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ദുബായിലുള്ള UAE-യിലുള്ള സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതാണ്. മലയാളത്തിലുള്ള പ്രോഗ്രാമുകളിൽ ക്ഷണിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് കിട്ടിയ ഡേറ്റ് അനുസരിച്ച് ഞാനിവിടെ വന്നു, പ്രോഗ്രാം നടക്കുന്നു, ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു എന്നല്ലാതെ ഈ ഡേറ്റിന് വേറെ പരിപാടി എന്തുകൊണ്ട് വെച്ചു എന്ന് ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. അത് ചോദിക്കേണ്ടത് എൻ്റെ ഒരു ബാധ്യതയാണ് എന്നും ഞാൻ കരുതുന്നില്ല. ഇവിടെ ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, സ്വാഭാവികമായും. അഭിപ്രായ വ്യത്യാസങ്ങളുടെ തലത്തിൽ ആദർശപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് തീർക്കേണ്ടതാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് എല്ലാവരും. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും മാന്യമായി പാരസ്പര്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മാന്യമായൊരു ശൈലി. അതിനു പകരം മാന്യതയില്ലാത്ത രൂപത്തിലുള്ള ശൈലികൾ ഉപയോഗപ്പെടുത്തുക എന്നത് ശരിയല്ല എന്ന് മാത്രമാണ് വൈയക്തികമായി എനിക്ക് ആ കാര്യത്തിൽ മറുപടി പറയാനുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങൾ കേരളത്തിലെ സാഹചര്യത്തിൽ ഉണ്ടായി വന്ന പണ്ഡിതന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ സ്വാഭാവികമായും പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയാണ് എന്ന് പൂർണ്ണ ബോധ്യമുള്ള ഒരു അഭിപ്രായത്തോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. അതല്ലാത്ത അഭിപ്രായമുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. എന്നാൽ ആ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുടെ പരിപാടികളെ കലക്കുകയും തകർക്കുകയും ചെയ്യലാണ് എൻ്റെ ലക്ഷ്യം എന്ന രൂപത്തിൽ ഞാൻ പെരുമാറാൻ തുടങ്ങുമ്പോൾ ഞാൻ എൻ്റെ മാന്യതയാണ് അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അങ്ങനെ ആകരുത് ആരാണെങ്കിലും, അത് ഞാനാണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും എന്നാണ് എൻ്റെ വൈയക്തികമായ അഭിപ്രായം. മറ്റഭിപ്രായ വ്യത്യാസങ്ങളാണ് ചോദ്യകർത്താവിൻ്റെ ചോദ്യമെങ്കിൽ തീർച്ചയായും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പഠിക്കുവാൻ ഇസ്ലാഹി സെന്ററുകളിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിൻ്റെ ചർച്ചാവേദിയല്ലല്ലോ ഇവിടെ ഇപ്പോൾ ഉള്ളത്.